സഭയിൽ സമാധാനമുണ്ടെങ്കിൽ ഏത് ആരാധനക്രമമാണെങ്കിലും അത് നിലനിൽക്കൂ. ആലഞ്ചേരിയെ ആശ്വസിപ്പിക്കാൻ ബിനു ചാക്കോയുടെയും സംഘത്തിന്റെയും സഹന സമര പദയാത്രയാണ് ഇന്ന്. അതുകൊണ്ട് സഭയോട് തരിമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ചിരിക്കുന്ന ആലഞ്ചേരിയും ബിനു ചാക്കോയും പറയുന്നത് കേൾക്കാതെ സഭയ്ക്കൊപ്പം നിൽക്കൂ. ആലഞ്ചേരിയെ ആശ്വസിപ്പിക്കാൻ ബിനു ചാക്കോയുടെയും സംഘത്തിന്റെയും സഹന സമര പദയാത്രയാണ് ഇന്ന്. 8 വർഷമായി തുടരുന്ന സഭാതർക്കം രമ്യമായി പരിഹരിക്കപ്പെട്ടതിന്റെ വേദനയിലാണ് മാർ ആലഞ്ചേരി. സ്ഥലം വിറ്റ് ചീത്തപ്പേര് മറയ്ക്കാൻ ഉയർത്തിവിട്ട കുർബാന തർക്കം പരിഹരിക്കപ്പെട്ടതിന്റെ ആദിയിൽ കഴിയുന്ന ആലഞ്ചേരിയുടെ പ്രതിസന്ധിയോട് ഐക്യപ്പെട്ട് സഹനയാത്ര നടത്തുന്ന പാലാ ചങ്ങനാശ്ശേരി ഭാഗങ്ങളിൽ നിന്ന് വന്ന് എറണാകുളത്ത് താമസമാക്കിയ വിശ്വാസികൾക്ക് ആശംസകൾ. പദയാത്രയുടെ മുന്നിൽ ഫ്ലെക്സ്, പേപ്പർ ഫ്ലാഗ്, അതിന്റെ പിന്നിൽ കുരിശ്, വീണ്ടും പേപ്പർ ഫ്ലാഗ്, കുരിശ്, പ്ലക്കാർഡ് എന്നിവയുമായി ഒറ്റ ലൈനായിട്ടായിരിക്കും അത്രേ യാത്ര. ഉദ്ഘാടനം ഫാദർ തരിയൻ ഞാളിയത്ത്. ശരിക്കും ബിനു ചാക്കോ ആയിരുന്നു നല്ലത്. സഹന സമര പദയാത്രയിലൂടെ സഭാ നേതൃത്വത്തോട് ചോദിക്കാൻ ഇവർക്ക് ചില ചോദ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ചു നാളുകളായി നമ്മൾ ഈ സഭാ തർക്കത്തിന്റെ പിന്നാലെയുണ്ട്. എന്നാ പിന്നെ ഈ ചോദ്യങ്ങൾ കൂടി കേട്ടുകളയാം. ചോദ്യം 1. സീറോ മലബാർ സഭ പിതാക്കന്മാർ സിനഡ് തീരുമാനം നടപ്പിലാക്കാൻ ആർജവം കാണിക്കുക. അതാണല്ലോ സഭാ സ്നേഹികളെ അവർ ചെയ്തത്. ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരു സിനഡ് കുർബാന അർപ്പിക്കണമെന്ന സിനഡ് തീരുമാനമാണല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കിയത്. മാർ തോമസ് തറയിലും മാർ എമഞ്ചയോസും മാർ ജോസ് പുളിക്കലും ഉൾപ്പെടുന്ന സീറോ മലബാർ മീഡിയ കമ്മീഷൻ മെയ് 8 പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ, മെത്രാപ്പൊലിത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി നടപ്പാക്കുന്നത് സിനഡിന്റെ തീരുമാനമാണെന്നും നിങ്ങൾക്ക് യഥാർത്ഥ സഭാ സ്നേഹമാണുള്ളതെങ്കിൽ ആ നിലപാടുകൾക്കൊപ്പം നിൽക്കണമെന്നും. രണ്ടാമത്തെ ചോദ്യം എന്താ? സിനഡ് തീരുമാനങ്ങളെ അട്ടിമറിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിനെയും മാർ ജോസഫ് പാംബ്ലാനിയെയും സിനഡ് നിലയ്ക്ക് നിർത്തണമെന്നോ? നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പെർമനന്റ് സിനഡിലെ 9 പിതാക്കന്മാർ KCBC ആസ്ഥാനത്ത് വെച്ച് മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 2 പിതാക്കന്മാരും എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും സിനഡിന്റെ അനുവാദത്തോടെയാണെന്ന്. പിന്നെയും ആര് തരുന്ന ചുടിച്ചോറാണ് കുട്ടിക്കുരങ്ങുകളെ പോലെ നിങ്ങൾ കുറച്ചുപേരെങ്ങനെ വാരുന്നത്? മൂന്നാമത്തെ ആവശ്യം എന്താ? സമവായ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്നോ? അതിനിപ്പോ നിങ്ങളുടെ അനുവാദം എന്തിനാ? അത് വൈദികരും വിശ്വാസികളും നോക്കിക്കോളും. നാലാമത്തെ ആവശ്യം എന്താ? സഭയോടൊപ്പം നിൽക്കുന്ന കൂരിയ മാറ്റുവാൻ, അല്ലെങ്കിൽ ഈ വാർത്തയുടെ വഴി മാറിപ്പോകും. അവസാനത്തെ ആവശ്യം, സ്പെഷ്യൽ ട്രിബ്യൂണൽ വിധിയെ മാനിക്കാത്ത മാർ ജോസഫ് പാംബ്ലാനിയെ എറണാകുളം അങ്കമാലി അതിരൂപത വികാരി സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക. കൊള്ളാം. CMI കാരനായ ഫാദർ പാമ്പാറയുടെ ട്രിബ്യൂണൽ, അതിരൂപത ട്രിബ്യൂണലിന്റെ ഉത്തരവ് മേലധികാരികളായ മെത്രാൻമാർ കാണുന്നതിന് മുൻപേ പത്രക്കാർക്ക് കൊടുത്ത ആളല്ലേ? ആദ്യം പാമ്പാറയ്ക്കെതിരെയുള്ള കേസുകൾ പുറത്തു വരാതിരിക്കാൻ പാമ്പാറയോട് ശ്രദ്ധിക്കാൻ പറയേ. സഭാ സ്നേഹികളെ, വെറുതെ മഴ നനഞ്ഞു നടക്കുന്ന നിങ്ങളോട് 1-2 കാര്യങ്ങൾ കൂടി. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട അന്ന് തുടങ്ങിയതാണ് സിനഡ് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങളുടെ നടപ്പ്. ഇതെന്താ, വല്ല യുദ്ധമാണോ ഇവിടെ നടക്കുന്നത്? ഇത്തരം ചിന്തകൾ തന്നെ സഭാത്മകമല്ല. മാർ ബോസ്കോ പിതാവ് നേരത്തെ തന്നെ 160 പള്ളികളിൽ നടപ്പാക്കിയ സമവായവും ഇതുതന്നെയായിരുന്നില്ലേ? 2 ബാച്ചിലെ കൊച്ചന്മാരുടെ ഓർഡിനേഷനിൽ തട്ടിത്തകർന്നു പോയതല്ലേ ആ സമവായം? വിശുദ്ധ കുർബാനയെ ആഭിചാര കുർബാന എന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത്? സിനഡ് നിർദ്ദേശിക്കാത്ത കുർബാന നിയമാനുസൃതമല്ല എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഇത് ഇല്ലിസിറ്റ് ആണെന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ഒന്നോർത്തോണം, സഭയിൽ സമാധാനമുണ്ടെങ്കിൽ ഏത് ആരാധനക്രമമാണെങ്കിലും അത് നിലനിൽക്കൂ. അതുകൊണ്ട് സഭയോട് തരിമ്പെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അരിയും തിന്ന് ആശാരിച്ചയും കഴിച്ചിരിക്കുന്ന ആലഞ്ചേരിയും ബിനു ചാക്കോയും പറയുന്നത് കേൾക്കാതെ സഭയ്ക്കൊപ്പം നിൽക്കൂ. പ്രശ്നപരിഹാരങ്ങൾക്കൊപ്പം നിൽക്കൂ.